ഹലോ. അപ്പോൾ നമ്മളിന്ന് കോളിഫ്ലവർ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കോളിഫ്ലവർ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കിഴങ്ങും കൂടെ കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കോളിഫ്ലവറും കിഴങ്ങും കൂടെ കൂടിയിട്ട് നമ്മൾ വേവിക്കാനിടും കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരണം. അത് കഴിഞ്ഞ് അത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ കോരി മാറ്റണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ 2 ഗ്രാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നേ. ഗ്രാമ്പു ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ വെന്ത് വന്ന കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വാടി വന്ന കോളിഫ്ലവർ എടുത്ത് മാറ്റിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ സവാള ഇടണം. സവാള ഒന്നിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ചായിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലകളെല്ലാം മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കോളിഫ്ലവർ അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത ഗ്രേവിയൊക്കെ പിടിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ഇപ്പോഴത്തേ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.